Dear students, today we are going to discuss about demand analysis. It is one of the concepts in microeconomics. Next, what is demand analysis? It means an attempt to determine the factors affecting the demand of a commodity or service and to measure their influences. ഒരു പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ ഡിമാൻഡിനെ ബാധിക്കുന്ന ഘടകങ്ങളുടെ സ്വാധീനം എന്താണെന്നും അതിനെ മെഷർ ചെയ്യാനുമുള്ള ഒരു അറ്റംപ്റ്റാണ് ഡിമാൻഡ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The success of a business depends upon sales and sales depends upon demand. So demand analysis is essential for successful production planning and business expansion. To analyze demand, we have to know what is demand, law of demand, what are the determinants of demand, etc. Next, what is the meaning of demand? In ordinary sense, demand means desire. But in economics, desire plus ability to pay plus willingness to pay constitute demand. ഒരു കമ്മോഡിറ്റിക്ക് ഡിമാൻഡ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ആ കമ്മോഡിറ്റിയോട് ഉപഭോക്താവിന് ഡിസയർ ഉണ്ടാവണം. അതുപോലെ തന്നെ അത് വില കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടാവണം. ആ വില കൊടുക്കാൻ അദ്ദേഹം സന്നദ്ധനാണെങ്കിൽ മാത്രമേ ഡിമാൻഡ് എന്ന കോൺസെപ്റ്റ് മീനിങ് ആവുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, എ ടീച്ചർ മേ പൊസസ് എബിലിറ്റി ടു പേ ആൻഡ് വില്ലിങ്നെസ് ടു പേ ഫോർ എ ബോട്ടിൽ ഓഫ് ലിക്കർ. Yet it does not have demand because he does not have the desire for it. Similarly, a trader, അദ്ദേഹത്തിന് ഒരു സ്കൂട്ടർ ആഗ്രഹമുണ്ട്, അദ്ദേഹം അതിൻ്റെ വില കൊടുക്കാൻ വില്ലിങ്ങുമാണ്, ബട്ട് he does not have enough money to purchase it. So he does not have demand for a scooter. അതേപോലെ ഒരു വർക്കർ, അദ്ദേഹത്തിനൊരു ടി വി വാങ്ങിക്കണമെന്നുണ്ട്, അദ്ദേഹത്തിന് ഡിസയർ ഉണ്ട്, എബിലിറ്റി ടു പേ ഉണ്ട്, പക്ഷേ അദ്ദേഹം ആ വില കൊടുക്കാൻ തയ്യാറല്ല. സോ ഹി ഡസ് നോട്ട് ഹാവ് എ ഡിമാൻഡ് ഫോർ ടി വി. അതുകൊണ്ട് ഇത് മൂന്നും ഒന്നിച്ചുണ്ടെങ്കിൽ മാത്രമേ ഡിമാൻഡ് എന്ന കോൺസെപ്റ്റ് മീനിങ് ഫുൾ ആവുന്നുള്ളൂ. നെക്സ്റ്റ്, ഡിമാൻഡ് ഫങ്ഷൻ. It shows the functional relationship between the demand for a commodity and its various factors affecting it. ഡിമാൻഡിനെ ബാധിക്കുന്ന ഘടകങ്ങളും ഡിമാൻഡും തമ്മിലുള്ള ബന്ധത്തെയാണ് ഡിമാൻഡ് ഫങ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി മാത്തമാറ്റിക്കലി എക്സ്പ്രസ്ഡ് ആസ് QDX equal to F of Px, Py, Y, T and A. Here QDX represents quantity demanded of commodity X. F represents functional relationship. Px represents price of commodity X. Py represents price of related commodities like substitutes and complementary. Y represents the income. T represents taste and preference of the consumers. A represents other factors. From this, we can say that ഡിമാൻഡും ഈ ഫാക്ടേഴ്സും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. Next, we move into law of demand. The law of demand expresses the functional relationship between price and quantity demanded. According to the law of demand, other things being equal, if the price of a commodity falls, the quantity demanded of it will rise, and vice versa. Law of demand propound ചെയ്തത് ആൽഫ്രഡ് മാർഷലാണ്. ലോ ഓഫ് ഡിമാൻഡ് പ്രകാരം ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റെല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആയിരിക്കുമ്പോൾ ഒരു കമ്മോഡിറ്റിയുടെ വില കുറയുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു, വില കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു. ഇറ്റ് മീൻസ് an inverse relationship between price and quantity demanded.
Next, what are the assumptions of this law of demand? അതായത് ലോ ഓഫ് ഡിമാൻഡ് പ്രാക്ടിക്കബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ അസംഷൻസിനെ ബേസ് ചെയ്ത് കഴിയുള്ളൂ. അതിൽ ഫസ്റ്റ് അസംഷൻ, ഇൻകം ഓഫ് ദ ബയർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ബിക്കോസ് ലോ ഓഫ് ഡിമാൻഡ് റിലേറ്റഡ് ടു പ്രൈസ് ഓൺലി. അതായത് ലോ ഓഫ് ഡിമാൻഡിൽ ഡിമാൻഡ് പ്രൈസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം കോൺസ്റ്റൻ്റ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമേഴ്സ് റിമെയിൻസ് ദ സെയിം. കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റിലോ പ്രിഫറൻസിലോ വ്യത്യാസം വരാൻ പാടുള്ളതല്ല. അതായത് ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഡിമാൻഡ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റും പ്രിഫറൻസും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ദെൻ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് റിമെയിൻസ് ദ സെയിം. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെയും കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെയും പ്രൈസ് കോൺസ്റ്റൻ്റ് ആയിരുന്നെങ്കിൽ മാത്രമേ ലോ ഓഫ് ഡിമാൻഡ് പ്രായോഗികമാക്കാൻ കഴിയുള്ളൂ. നോ എക്സ്പെക്റ്റേഷൻ ഓഫ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് കമോഡിറ്റി ഇൻ ദ നിയർ ഫ്യൂച്ചർ. കമോഡിറ്റിയുടെ പ്രൈസിലുള്ള മാറ്റം, അതായത് ഭാവിയിൽ പ്രൈസിൽ യാതൊരു മാറ്റവും വരാൻ പാടുള്ളതല്ല. അങ്ങനെ ഒരു പ്രതീക്ഷ കൺസ്യൂമേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല. എങ്കിലാണ് ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. നെക്സ്റ്റ് വൺ, സൈസ് ഓഫ് പോപ്പുലേഷൻ റിമെയിൻസ് ദ സെയിം. അതായത് പോപ്പുലേഷൻ, അതായത് ജനസംഖ്യ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതായത് കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഡിമാൻഡ് വർദ്ധിക്കും. അതുപോലെ തന്നെ നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഹിയർ ലോ ഓഫ് ഡിമാൻഡ് മീൻസ് the only relationship between price and quantity demanded. So these are the various assumptions of this law of demand. Income of the buyer remains constant, taste and preference of the consumers remains the same, price of related goods remains the same, no expectation of change in the price of commodity in the near future, the size of population remains the same. Next, what is meant by demand schedule? A table showing the quantity of a commodity that consumers are willing and able to purchase at a different price over a given period of time in a particular market. അതായത് ഒരു പ്രത്യേക വിപണിയിൽ ഒരു നിശ്ചിത കാലയളവിൽ ഒരു കൺസ്യൂമറിന് വാങ്ങിക്കാൻ കഴിയുന്ന വിവിധ ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ വിവിധ വിലയിൽ വിവിധ ക്വാണ്ടിറ്റി കാണിക്കുന്ന ഒരു ലിസ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ടേബിളാണ്, അല്ലെങ്കിൽ ഒരു ടാബുലർ ഫോമാണ് ഡിമാൻഡ് ഷെഡ്യൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി 2 types ഓഫ് ഡിമാൻഡ് ഷെഡ്യൂൾ: ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ ആൻഡ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. ഇൻഡിവിജ്വൽ ഡിമാൻഡ് ഷെഡ്യൂൾ മീൻസ് വേരിയസ് ക്വാണ്ടിറ്റീസ് ആർ ഡിമാൻഡഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ അറ്റ് വേരിയസ് പ്രൈസ് ഇൻ എ പർട്ടിക്കുലർ മാർക്കറ്റ്. മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ മീൻസ് the quantity demanded by all consumers at a different price in a market. അതായത് ഒരു മാർക്കറ്റിൽ മൊത്തം കൺസ്യൂമേഴ്സ് വിവിധ വിലയ്ക്ക് എങ്ങനെയാണ് കമോഡിറ്റീസ് ഡിമാൻഡ് ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന ടേബിളാണ് മാർക്കറ്റ് ഡിമാൻഡ് ഷെഡ്യൂൾ. Here we can see the individual demand schedule. Price of apple per kg and quantity demanded by an individual. At 50 rupees, an individual buying 2 kilograms. Then the price falls from 50 to 40. The quantity demanded by an individual increases from 2 to 4 kg. Then the price falls from 40 to 30. The quantity demanded increases from 4 to 6. Then the price falls from 30 to 20. The quantity decreases from 6 to 8. From this table, we can see that an inverse relationship between price and quantity demanded. Price കൂടുമ്പോൾ quantity demanded കുറയുന്നു, price കുറയുമ്പോൾ quantity demanded കൂടുന്നു. Next, market demand schedule. We have already seen what is market demand schedule.
that is the aggregate demand form of various consumers is called market demand schedule. Here the price of commodity X and quantity demanded by three individuals, Mr. Individual A, individual B and individual C. Here the price 10, 8, 6, 4, 2 and the quantity demanded by A 5, 10, 15, 20 and 25. Then quantity demanded by B 10, 15, 20, 25 and 30. Quantity demanded by C 15, 20, 25, 30 and 35. Next column represents the market demand. That means the demand of A, B and C add together. That is at 10 rupees the market demand is 30 kilograms. Then the price falls from 10 to 8. The quantity demanded increases from 30 to 45. Again the price falls from 8 to 6. The quantity demanded increases from 45 to 60. Then from 6 to 4, 60 to 75. Then 4 to 2, 75 to 90. Here that is we can see the inverse relationship between price and quantity demanded. That is price rises from 2 to 4, quantity demanded decreases from 90 to 75, then 4 to 6, 75 to 60, then 6 to 8, 60 to 45, then 8 to 10, 45 to 30. Next moving to demand curve. What is meant by demand curve? The graphical representation of demand schedule is called demand curve. X-axis represents the quantity demanded by consumers and y-axis represents the different price. Then we will get the demand curve is downward from left to right because the inverse relationship between price and quantity demanded when other things remaining constant. അതായത് ഡിമാൻഡിനെ ബാധിക്കുന്ന മറ്റെല്ലാ ഘടകങ്ങളും സ്ഥിരമായിരിക്കുമ്പോൾ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഉള്ളത്. So the demand curve is sloped downward from left to right. We can see what are the factors determining the demand. First of all, the factors determining individual demand. First one, price of the commodity. The price of a commodity influences the demand of a commodity. There is an inverse relationship between price and quantity demanded. Next one, price of related products. The demand of a commodity depends not only its own price but also the related products. They are called substitute goods and complementary goods. Example of substitute goods: tea and coffee. If the price of tea increases, the demand for coffee increases. Then the price of tea decreases, the demand for coffee decreases. But in the case of complementary goods, that is like car and petrol, പെട്രോളിൻ്റെ വില കുറയുമ്പോൾ കാറിൻ്റെ ഡിമാൻഡ് കൂടുന്നു, അതുപോലെ തന്നെ പെട്രോളിൻ്റെ വില കൂടുമ്പോൾ കാറിൻ്റെ ഡിമാൻഡ് കുറയുന്നു. There is an inverse relationship between price and quantity demanded in the case of complementary goods, but in the case of substitute goods there is a direct relationship between price and quantity demanded. Next one, income of the consumer. ഇൻഡിവിജ്വൽ ഡിമാൻഡിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന ഫാക്ടറാണ് കൺസ്യൂമേഴ്സ് ഇൻകം. If the income of the consumers increases, the demand for goods increases, especially the demand for normal goods. In the case of inferior goods, the income of the consumers increases, demand decreases, and income of the consumers decreases, demand increases. Next one, taste and preference of the consumers.
Another important factor that determines the individual demand, that is taste and preference. Any change in fashion, taste, and preference of the consumers bring about change in demand. For example, most of the girls are preferred or have begun to wear jeans. So the demand for jeans have now increased. So the taste and preference of the consumers also influencing the individual demand. Next, advertisement. Another important factor. The advertisement will create, maintain, and increase the demand for goods and services. For example, now there is a tendency among the people to use dark paints for their houses. Hence, the demand for dark paint is increasing. That is one of the factors that affects individual demand. Next one, consumers' expectations. Consumers' expectation about further rise or fall in future price will affect the demand of a commodity. If consumers expect a rise in the price of commodity in the near future, they may purchase larger quantity. When the price of a commodity decreases in near future, they may purchase less quantity. They may purchase less quantity. These are the various factors that determines the individual demand. First one, price of the commodity. Second one, price of related products. Income of the consumer, taste and preference of the consumers, advertisement and consumers' expectation. Factors determining the market demand. Size of population is one of the important factors that affect market demand. Higher the size of population, higher will be the demand, and lower the size of population, lower will be the demand. ജനസംഖ്യ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഗൂഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ പോപ്പുലേഷൻ കുറയുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഇഫ് there is unequal distribution of income and wealth, which brings more demand of luxuries and comforts. Similarly, if there is equal distribution of income, the demand for necessaries and comforts increases. Standard of living, another important factor that affects market demand. If people are living in a bush area, they demand more products accordingly. Next one, government policy. Government imposed new taxes on certain products. The demand for such goods will decrease. On the other hand, if government announces tax concessions for such goods, their demand will increase. Next one, change in climate. Variations in climate may bring about changes in demand for particular products. For example, വിൻ്റർ സീസണിൽ വുളൻ ക്ലോത്ത്സിൻ്റെ ഡിമാൻഡ് കൂടുന്നു. അതുപോലെ തന്നെ സമ്മർ സീസണിൽ എ സിയുടെ ഡിമാൻഡ്, കൂളറിൻ്റെ ഡിമാൻഡ് ഇതെല്ലാം വർദ്ധിക്കുന്നു. അതുകൊണ്ട് ചേഞ്ച് ഇൻ climate is another important factor that affects market demand. Then technological progress. The inventions and discoveries bring new products in the market. As a result, the people will not demand the old one. For example, computer replaced typewriter, etc. Then television replaced radios. These are the various factors that determines the market demand. Exceptions of law of demand. First one, given goods or inferior goods.
It was established by Robert Giffen, so it is known as Giffen paradox. Here, the law of demand does not apply in the case of these inferior goods or Giffen goods. Inferior goods means low quality products or cheap products. The price of such goods decreases, demand does not increases. So the law of demand does not apply in this case. Next one, prestige goods. Prestige goods are status symbol goods like diamonds, precious stones, etc. If the price of such goods increases, demand will also increase. So the law of demand will not apply in the case of these prestige goods. സ്റ്റാറ്റസ് സിമ്പിൾ ഗൂഡ്സിനെയാണ് പ്രസ്റ്റീജ് ഗൂഡ്സ് എന്ന് പറയുക. അതിൻ്റെ വില കൂടിയാലും റിച്ച് പീപ്പിൾ അത് കൂടുതലായിട്ട് വാങ്ങിക്കുന്നു. അതുകൊണ്ട് ലോ ഓഫ് ഡിമാൻഡ് ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ആൻറ്റിസിപ്പേഷൻ ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസ് ഭാവിയിൽ കൂടും എന്നുള്ള പ്രതീക്ഷ കാരണം ഇന്ന് വില കൂടുതലാണെങ്കിലും കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നു. അതേപോലെ ഇന്ന് വില കുറവാണ്, പക്ഷേ കൺസ്യൂമേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നു നാളെ വില വീണ്ടും കുറയും എന്നുള്ള പ്രതീക്ഷ കാരണം അവർ ഇന്ന് കുറഞ്ഞ ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നു. ചേഞ്ച് ഇൻ ഫാഷൻ, അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് എഫക്ട്സ് ലോ ഓഫ് ഡിമാൻഡ്. അതായത് മിക്ക കൺസ്യൂമേഴ്സും ഫാഷനെ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് ഫാഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അവരുടെ ഡിമാൻഡും ചേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ പ്രൈസ് ഓഫ് എ പർട്ടിക്കുലർ ഡ്രസ് ഫോളിങ് ടുഡേ, വി ആർ നോട്ട് ബൈയിങ് ദാറ്റ് വൺ ഈവൺ ഇഫ് ദ പ്രൈസ് ഈസ് ലോ. എന്തുകൊണ്ടെന്നാൽ നാളെ ഒരു ഫാഷനബിൾ ഡ്രസ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, അത് വാങ്ങിക്കാം എന്നുള്ള ഉദ്ദേശത്തോടെ ഇന്ന് വില കുറവാണെങ്കിലും ആ ഡ്രസ്സ് വാങ്ങാൻ മുന്നോട്ട് വരുന്നില്ല. ഈ കേസിലും ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ് വൺ, ഡെമോൺസ്ട്രേഷൻ ഇഫക്റ്റ്. People or consumers think that they are different from others, so they demanded costly products to show others. മറ്റുള്ളവരെ കാണിക്കാനായിട്ട്, നമ്മൾ സൊസൈറ്റിയിൽ ഒരു വ്യത്യസ്തരാണ് എന്ന് കാണിക്കാനായിട്ട് കൺസ്യൂമേഴ്സ് ചില പ്രോഡക്ട്സ് വാങ്ങിക്കും. അവിടെയും നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഡിമാൻഡ് ഫോർ നെസസറീസ്, അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. വാട്ട് എവർ മേ ബി ദ പ്രൈസ് എന്ത് തന്നെ ആയാലും നെസസറി ഗുഡ്സ് കൺസ്യൂമേഴ്സ് വാങ്ങിക്കും. അതുകൊണ്ട് ലോ ഓഫ് ഡിമാൻഡ് നെസസറി ഗുഡ്സിൻ്റെ കാര്യത്തിലും അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ദീസ് ആർ ദ വേരിയസ് എക്സെപ്ഷൻസ് ഓഫ് ദിസ് ലോ ഓഫ് ഡിമാൻഡ്. Thank you all.